മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മളിവിടെ ഗോകുലുണ്ട്. ഗോകുൽ, സുഖാണോ അവിടെ? സുഖാണ് ബ്രോ. ആൾക്കൂട്ട്. അവിടെ എന്താ അവസ്ഥ? നന്നായിട്ട് പോകുന്നു. അപ്പോ നമ്മൾ FA കപ്പ് കഴിഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ടില്ല. ബ്രോ, എന്താണ് അന്ന് സംഭവിച്ചത്? ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം സിറ്റിയുടെ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു. അന്ന് എന്താണ് കളിച്ചതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഡിഫൻസിലൊക്കെ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിനെ കളി വെച്ചു കൊടുക്കുന്ന പോലെയായിരുന്നു. 2 ഗോൾ വന്നാലും ഫസ്റ്റ് ഗോളൊക്കെ വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ഗവാർഡിയോളിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. സോ മൊത്തത്തിൽ നമ്മൾ ആ ഒരു കളി നോക്കിക്കഴിഞ്ഞാല് ഓവറോൾ കളിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിറ്റി കളിച്ചിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം വളരെ സില്ലി ആയിട്ടുള്ള 2 മിസ്റ്റേക്സ് ആണ് ഇപ്പൊ ആ 2 ഗോൾ വന്നത്. പിന്നെ അറ്റാക്കിംഗ് സൈഡ് ആണെങ്കിലും കൂടുതലൊരു പ്ലെയർ ഉണ്ടായിരുന്നില്ല. ക്രിയേറ്റിവിറ്റി കുറവായിരുന്നു. ഡിബ്രോയിനെ കുറച്ച് മോശമായിരുന്നു. പിന്നെ ഡോക്ക് വന്നതിന് ശേഷമാണ് കളി ഒന്ന് എനർജറ്റിക് ആയതൊക്കെ ഒന്ന്. മൊത്തത്തിൽ കയ്യിൽ ആക്ച്വലി യുണൈറ്റഡിന് കപ്പ് കൊടുക്കുന്ന പോലെയായിരുന്നു അന്നത്തെ മാച്ച് എനിക്ക് തോന്നി. വളരെ ഡിസപ്പോയിന്റിങ് ആയിരുന്നു. കാരണം യുണൈറ്റഡ് ബെറ്റർ ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ കൂടെ നമുക്ക് അത്രയ്ക്കൊരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മള് അത്രത്തോളം മോശമായി കളിച്ചിട്ടാണ് ആ കളി കൊണ്ടുപോയിട്ട് കളഞ്ഞത്. അതെ. അപ്പൊ ഇന്നലെ ചാമ്പ്യൻസ് ലീഗിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. റയല് വീണ്ടും 15ാമത്തെ ചാമ്പ്യൻസ് ലീഗ് അടിച്ചു. ശരിക്കും പറഞ്ഞാല് അവരിങ്ങനത്തെ UCL കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ അവർ ഗോൾ അടിക്കും. നിങ്ങൾ ഓപ്പോസിഷൻ ശരിക്കും കളിച്ചാലും ശരി, ഇല്ലെങ്കിൽ ശരി, പക്ഷെ അവര് ജയിക്കാനുള്ള ഒരു നോഹ അവർക്ക് ഉണ്ട് എന്നുള്ള വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ കളി കണ്ടാണെന്ന് വിചാരിക്കുന്നു. എന്താണ് കളിയെ പറ്റിയിട്ട് പറയാനുള്ളത്? കളി ശരി ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഡോട്ട്മുണ്ടിന്റെ കളി കണ്ടിട്ട് ഞാൻ നല്ലൊരു എക്സൈറ്റിംഗ് ഫൈനലായിരിക്കും എന്ന് വിചാരിച്ചു. ആ ഒരു അവർക്ക് കിട്ടുന്ന ഒരു കൗണ്ടർ അറ്റാക്സ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് അതുവരെ അവരെ റയലിന്റെ ഡിഫൻസ് വരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഡോട്ട്മുണ്ടിന് പറ്റുന്നുണ്ട്. അവരെ ആ ഒരു കൗണ്ടേഴ്സ് ഒക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ആ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി നല്ലൊരു കളിയായിരുന്നു. ബട്ട് ആ ഒരു ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അവർ കൺവേർട്ട് ചെയ്തില്ല. സോ റയൽ മാഡ്രിഡ് പോലുള്ള ടീമിനെതിരെയൊക്കെ നമ്മളൊരു ഹാഫ് ചാൻസ് പോലും കൺവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ ഫൈനൽസ് പോലുള്ള സിറ്റുവേഷൻസിൽ നമ്മളത് റിഗ്രറ്റ് ചെയ്യും ലാസ്റ്റ്. സോ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലോട്ട് ഫസ്റ്റ് ഹാഫ് അങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അത് കളി റയലിന്റെ കയ്യിലോട്ട് എത്താനുള്ളതാണ്. സോ സെക്കൻഡ് ഹാഫ് അതുപോലെ തന്നെ സംഭവിച്ചു. സോ ആ ഒരു പിന്നെ അവര് ഡോട്ട്മുണ്ട് മാറ്റിയ ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് റോയ്സിനെ ഇറക്കിയത്. മറ്റേ നമ്മളെ വിങ്ങർ വരുന്നത് അടിയമീനെ മാറ്റിയിട്ട് അവരെ ലെഫ്റ്റ് വിങ്ങറെ മാറ്റിയിട്ട് റോയ്സിനെ ഇറക്കി. അടിയമ്മിനെ മാറ്റിയിട്ട് റോയ്സിനെ ഇറക്കി. അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നു അവര് വലിയൊരു മിസ്റ്റേക്ക് പറ്റി. അതിനുശേഷം പിന്നെ കംപ്ലീറ്റ് റയലിന്റെ കയ്യിലായിരുന്നു കളി ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു വിങ്ങിൽ ആ ഒരു കൂടുതൽ ത്രെറ്റ് കൊണ്ടുവന്നത് അടിയമ്മിയായിരുന്നു. ആ ഒരു ത്രെറ്റിനെയാണ് ആക്ച്വലി അവരെ വളരെ ഒരു ഫൂളിഷ് ഡിസിഷൻ ആയിരുന്നു റോയ്സിനെ ഇറക്കാൻ വേണ്ടി ചെയ്തത്. സോ മൊത്തത്തിൽ അപ്പൊ ആ ഫസ്റ്റ് ഹാഫിൽ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കിയതുകൊണ്ട് തന്നെ ഉറപ്പിച്ചാണ് റയൽ ജയിക്കുന്നുള്ളത്. ഈവൻ ഫസ്റ്റ് ഹാഫിൽ സ്കോർ ചെയ്താലും മേ ബി റയൽ തിരിച്ചടിക്കാൻ ചാൻസ് ഉള്ള ടീമാണ്. സോ കിട്ടിയ ഒരു ചാൻസ് പോലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് റയൽ ഡിസേർവിംഗ് ആയിട്ട് ജയിച്ചു. സോ അവർ ആ ഒരു 15 ഇപ്പൊ നമുക്ക് നോബഡി ഈവൻ ക്ലോസർ ടു ദം UCLന്റെ കാര്യത്തിൽ. അതെ, ശരിയാണ്. അപ്പോ ഒരുപാട് ആൾക്കാര് സിറ്റിയുടെ ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് കമന്റിലൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സിറ്റിയുടെ വല്ല അപ്ഡേറ്റ് ഉണ്ടോ. കാരണം ഒന്നും കാണുന്നില്ല, വളരെ ക്വയറ്റാണ്. ഇൻകമിങ് ആയാലും ഔട്ട് ഗോയിങ് ആയാലും 1-2 റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ സോളിഡ് ആയിട്ടുള്ള സംഭവം ഒന്നും വരുന്നില്ല. എന്താണ് ബ്രോ, ഈ സീസണിൽ സൈനിങ് ഒന്നും ഇല്ലേ? ഇപ്പൊ സോളിഡ് ആയിട്ട് ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഈ എഡർസന്റെ ഒരു റൂമേഴ്സ് ആണ് ഇപ്പൊ കൂടുതൽ കാണുന്നത്. എഡർസൺ ക്ലബ്ബ് വിടുന്നു എന്നുള്ള, സൗദിയിലോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ള റൂമേഴ്സ് ആണ് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരുപാട് കാണുന്നത്. ഇപ്പം മറ്റേ വേർഡർ ബ്രെമന്റെ ഒരു ഗോൾ കീപ്പറും അതേപോലെ മാഗ്നനാണ് ഇപ്പം കൂടുതലും. പക്ഷെ അതൊന്നും സോളിഡ് ആയിട്ട് റൂമേഴ്സിൽ കാണുന്നില്ല. അപ്പൊ അതെല്ലാം എഡർസന്റെയും ഒർട്ടേഗയുടെയും ഡിസിഷൻ പോലെ ഇരിക്കും. 2 പ്ലേയേഴ്സും ഒർട്ടേഗ ആണെങ്കിൽ ഇപ്പൊ അയാളുടെ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ഒരു ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആവാൻ നോക്കുന്നുണ്ടാവും. സോ എഡർസൺ പോയി കഴിഞ്ഞാൽ സിറ്റിയുടെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഒർട്ടേഗയെ ചൂസ് ചെയ്യുമോ എന്ന് അറിയില്ല. കാരണം എത്രത്തോളം ഒർട്ടേഗയെ ഒരു ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ കാരണം ഇതുവരെ ടോപ്പ് ടീമിന് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഒർട്ടേഗ കളിച്ചിട്ടില്ല. സോ എങ്ങനെയായിരിക്കും ഇനി അവർ സിറ്റി അതിനെ അപ്രോച്ച് ചെയ്യാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു എഡർസൺ ലീവ് ചെയ്യില്ല. എഡർസൺ കണ്ടിന്യൂ ചെയ്യും. ഈ മേ ബി ഒർട്ടേഗ പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒർട്ടേഗ പോയിട്ട് ഒരു സെക്കൻഡ് ചോയ്സ് കീപ്പർ വരാൻ ചാൻസ്. കാരണം ഒർട്ടേഗ എനിക്ക് തോന്നുന്നില്ല, ഓൾറെഡി 30 അങ്ങാണ്ടായി. ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആവാൻ ഏതൊരു നല്ലൊരു ടീമിൽ ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് മിഡ് ടൈപ്പ് ക്ലബിലെങ്കിലും ഫസ്റ്റ് ചോയ്സ് കീപ്പർ ആവാൻ കഴിവുള്ള ഒരു ഗോൾ കീപ്പറാണ്. സോ അതുകൊണ്ട് ഒർട്ടേഗ ഏതെങ്കിലും ഒരു കീപ്പർ പോകുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് എനിക്ക് എഡർസൺ പോകുന്നതിനോട് തീരെ യോജിപ്പില്ല. സോ പോവുകയാണെങ്കിൽ ഒർട്ടേഗ പോയാലും കുഴപ്പമില്ല. മേ ബി ഒരു ബെറ്റർ കീപ്പർ കൂടുതൽ അതിന് പകരം വരണം. അത്രയും
അതെ. മറ്റൊരു കാര്യം പറയാനുള്ളത് കാൾ പിന്നെ വാക്കറുടെ സിറ്റുവേഷനാണ്. ഇപ്പോൾ കാൾ വാക്കർ ഇപ്പോൾ ഓരോ വർഷത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പുള്ളി കഴിഞ്ഞ സീസണിൽ ബയേണിലേക്ക് പോകുന്നുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഇപ്പത്തെ കാള് കുറച്ച് അയാളുടെ ഒരു പ്രൈമിന് വിട്ടും അയാളുടെ ഒരു പേസ് കുറഞ്ഞു വരുന്നുണ്ട്. സ്റ്റിൽ അയാള് ഹീസ് എ ക്വിക്കർ. സോ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഇപ്പം എന്താ വെച്ചാൽ ഏജ് ആവും തോറും പെട്ടെന്നായിരിക്കും അവരെ ഒരു ഏജ് ക്യാച്ചപ്പ് ചെയ്യുക. സോ ഈ ഒരു സീസൺ എങ്ങനെ പോകുമെന്ന് നോക്കിയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു 2026 വരെ ഉണ്ട് കോൺട്രാക്ട്. സോ അതുവരെ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സോ ആ ടൈം ആകുമ്പോൾ മേ ബി റിക്കോ ലൂയിസ് ഒക്കെ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. റിക്കോ ലൂയിസ് ഒക്കെ ഒരു കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യാം എന്നാണ് ചെയ്യുന്ന പോലെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ പിന്നെ വാക്കർ ഒരു ഇപ്പോൾ ക്ലബ് ക്യാപ്റ്റൻ എന്നുള്ള ഒരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പം പുതിയ സീസണിലോട്ട് ക്യാപ്റ്റനിൽ ചില ചേഞ്ചസ് വരുമോ അറിയില്ല. ആസ് ഓഫ് നൗ ക്ലബ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പോൺസിബിലിറ്റി വെച്ച് കോൺട്രാക്റ്റിനെ മാനിച്ചുകൊണ്ട് 2026 വരെ നിൽക്കുന്നു തോന്നുന്നു. പിന്നെ നമുക്ക് വലിയൊരു വേറെ റൂമർ ഇപ്പോഴും കാണുന്നത് ബ്രൂണോ ഗുമാരസ് ആണ്. സോ അതെ. എനിക്കത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ റൂമർ അതാണ്. കാരണം നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് റോഡ്രിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ബാക്കപ്പ് ആയിട്ടോ അല്ലെങ്കിൽ റോഡ്രി കൂടെ കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഗുമാരസ്. സോ ഒരു സോളിഡ് മിഡ്ഫീൽഡ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇപ്പൊ ഏറ്റവും കൂടുതൽ സിറ്റി സ്ട്രഗിൾ ചെയ്യുന്ന കഴിഞ്ഞ സീസണിൽ കണ്ട ഒരു സംഭവം റോഡ്രിക്ക് ബാക്കപ്പ് ഇല്ലാത്ത. റോഡ്രി ഇല്ലെങ്കിൽ സിറ്റി ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സിറ്റി തോക്കുന്നുള്ള സിറ്റുവേഷൻ ആണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഗിമാറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു റോഡ്രി കൂടെയും കളിക്കാൻ പറ്റും. കാണണം അത്. കാരണം 100 മില്യൺ ബിഗ് ട്രാൻസ്ഫർ ആയിരിക്കും. 100 മില്യൺ അത് നല്ലൊരു ട്രാൻസ്ഫർ. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ഫീൽഡ് ആൾമോസ്റ്റ് നമ്മൾ സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ മേ ബി ഒരു അറ്റാക്കിംഗ് പ്ലെയർ ആവശ്യമില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഫോർഡൻ മിഡ്ഫീൽഡ് ഒന്ന് സ്റ്റെപ്പ് അപ്പ് ആയതുകൊണ്ട് തന്നെ മേ ബി ഡിബ്രോയിന് എന്തായാലും ഇനി നെക്സ്റ്റ് സീസൺ ഒന്നും എല്ലാ മാച്ചസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഫോർഡൻ തന്നെ ഒരു മെയിൻ പ്ലെയർ ആയിട്ട് സെൻട്രലി കളിക്കാം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ആണെങ്കിൽ മേ ബി ഇനി ഒരു വിങ്ങറെ മേ ബി ഒന്ന് സൈൻ ചെയ്താലും അത് നല്ലൊരു അഡീഷൻ ആയിരിക്കും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ വിങ്ങേഴ്സ് ആക്ച്വലി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഫോർഡനെ നമ്മൾ മിഡ്ഫീൽഡിലോട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്കു, ഗ്രീലിഷ്, പിന്നെ ബെർണാഡോ മാത്രമേ ഉള്ളൂ. അതുപോലെ നമുക്കൊരു കാണേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ബെർണാഡോയുടെ ട്രാൻസ്ഫർ സിറ്റുവേഷൻ. സോ ഇപ്പോഴത്തെ റീസെന്റ് വെച്ചിട്ട് സ്റ്റേ ചെയ്യുമെന്നാണ് കാണുന്നത്. സോ അത് നമുക്കൊരു എല്ലാ സീസണും ഉണ്ടാവും ബെർണാഡോ വിൽ ബി ലീവിംഗ് സിറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബെർണാഡോ സ്റ്റേസ് ഫോർ 1 more സീസൺ. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതെല്ലാ സീസണും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നുണ്ട്. സോ കാരണം ആർക്കും ബെർണാഡോനെ പോവാൻ ആർക്കും താല്പര്യം. എല്ലാവർക്കും എവരി വൺ വാണ്ട്സ് ടു കീപ്പ്. അതേപോലെ തന്നെയാണ് ബെർണാഡോന് പോകണമെന്നുണ്ട്. മേ ബി ഡിഫറെന്റ് ചലഞ്ച് ഏറ്റെടുക്കണം എന്നുണ്ട്. അത് പക്ഷെ സിറ്റി വിടാനും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ്. സോ ഫൈനലി അവസാനം ആള് സിറ്റി കണ്ടിന്യൂ ചെയ്യുന്ന പോലെയാണ് കാണുന്നത്.